പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ നിഷ്പ്രഭമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയപ്രഖ്യാപന പ്രസംഗത്തിൽ മറുപടി നൽകാനായി എഴുന്നേറ്റത് മുതൽ സഭയിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. 2 മണിക്കൂറോളം തുടർന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം പ്രതിപക്ഷ ബഹളം കാരണം 3 തവണയാണ് തടസ്സപ്പെട്ടത്. അതിനിടെ കോൺഗ്രസ് MP ഹൈബി ഈഡന് നരേന്ദ്രമോദി കുടിക്കാൻ വെള്ളം നൽകിയത് ശ്രദ്ധേയമായി. തന്റെ അടുത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് നരേന്ദ്രമോദി ഹൈബി ഈഡന് വെള്ളം നൽകിയത്. ഹൈബി വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. അതേസമയം തന്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും മോദി പരിഹസിച്ചു. പരാതി പറഞ്ഞ് സഹതാപം നേടാനുള്ള കുട്ടിയുടെ ശ്രമം ഇന്നലെ സഭയിൽ കണ്ടെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം. തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ തോറ്റ ചിലരുടെ വേദന തനിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾ തുടർച്ചയായി 3ാം തവണയും അവരെ സേവിക്കാൻ അവസരം നൽകിയിട്ടുണ്ട് എന്നും രാജ്യത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് പൊതുജനങ്ങൾ കണ്ടു എന്ന് മോദി കൂട്ടിച്ചേർത്തു. ഒരുപാട് കാലം പ്രീണന രാഷ്ട്രീയത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഴിമതിയോട് സഹിഷ്ണുതയില്ലാത്ത നയത്തിന് രാജ്യം NDAക്കൊപ്പം നിന്നു. ഇന്ന് ഇന്ത്യയുടെ വിശ്വാസ്യത ലോകമെമ്പാടും വർദ്ധിച്ചിരിക്കുകയാണ് എന്നും എല്ലാ നയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരേ ഒരു ലക്ഷ്യം ആദ്യം ഇന്ത്യ എന്നതാണ് എന്നും മോദി പറഞ്ഞു. രാജ്യത്തിന്റെ വികസനം പൂർത്തീകരിക്കാൻ തങ്ങൾ ശ്രമിക്കുമെന്നും അത് പൂർണ്ണ സമർപ്പണത്തോടെയും സത്യസന്ധതയോടെയും ചെയ്യുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നും മോദി പറഞ്ഞു. 2014 മുൻപ് ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. രാജ്യം നിരാശയുടെ പടുകുഴിയിൽ മുങ്ങിപ്പോയിരുന്നു. വിശ്വാസവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും നേരെ നിൽക്കാനാവില്ല. ഭരണഘടന തലയിൽ വെച്ച് നൃത്തം ചെയ്യുന്നവർ ജമ്മു കാശ്മീരിൽ അത് നടപ്പാക്കാൻ തുനിഞ്ഞില്ല എന്നും BR അംബേദ്കറെ അപമാനിച്ചു എന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ ഉന്നം വെച്ച് പറഞ്ഞു. വിജയത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പുരോഗതിയുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നതാണ് നേരിടുന്ന വെല്ലുവിളി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.